ഹായ് കൂട്ടുകാരെ, എല്ലാരും വന്നേ. ഒരു സ്വകാര്യം പറഞ്ഞിട്ട് ഞാൻ അതെ നമ്മുടെ കടയിലത്തെ സാമ്പാർ പൊടിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി അത് ഉണ്ടാക്കാൻ പോവാ ഞാൻ. അപ്പൊ നമുക്ക് അതൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. വായോ, എല്ലാവരും വായോ. നല്ല സൂപ്പർ സാമ്പാർ പൊടിയാ, മായമില്ല മന്ത്രമില്ല, സൂപ്പർ. വായോ, കൊണ്ടുപോയിട്ട് ഒന്ന് സാമ്പാർ വെച്ച് നോക്ക്. ഞാൻ പറയുന്നത് നേരെ തോന്നാണോന്നൊന്നും അറിയാം നമുക്ക്. അപ്പോ നമുക്ക് നമ്മുടെ സാമ്പാർ പൊടിയുടെ പണി തുടങ്ങാം കേട്ടാ. അതിനായിട്ട് ഞാൻ ഉഴുന്ന് പരിപ്പ്, തോമരപ്പരിപ്പ്, കടലപ്പരിപ്പ്, ഉലുവ, നല്ല ജീരകം, പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരി ഏതായാലും കുഴപ്പമില്ല, അരി എന്നിവ 100 ഗ്രാം വീതവും, പിന്നെ കുരുമുളക് 50 ഗ്രാം, പിന്നെ നമ്മുടെ മുഴുവൻ മുളക്. അത് കളറ് വേണമെന്നുള്ളവർക്ക് പിരിയൻ മുളകും കൂട്ടിയിട്ട് എടുക്കാം. ഞാനിവിടെ മറ്റേ എരിവുള്ള മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് 1/2 കിലോനും, നമ്മുടെ മല്ലി മുഴുവൻ മല്ലി 1 കിലോനും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ. ഇതെല്ലാതും ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അത് ഓരോന്നിന്റെ പാകം. ഇപ്പൊ മല്ലി ആണെങ്കിൽ അതിങ്ങനെ പൊട്ടും ചൂടായി വരുമ്പോ. മുളകാണെങ്കിൽ അത് നല്ലോണം ഒന്ന് വീർത്ത് നമ്മളൊരു ഇതുപോലെ ഇങ്ങനെ പിടിക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ആ ഒരു പരുവത്തിലായിട്ട് വറുത്തെടുക്കുക. പിന്നെ മറ്റുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, കരിയാതെ നോക്കി അതിന്റെ പാകം അനുസരിച്ചിട്ട് നമ്മള് വറുത്ത് മാറ്റി വെക്കുന്നു കേട്ടാ. ലാസ്റ്റ് നമ്മള് വേപ്പില, ഒരു 2 പിടി വേപ്പില നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് അതും അതുപോലെ തന്നെ വറുത്തെടുക്കുക കേട്ടാ. ഈ മല്ലി മുളക് എല്ലാ സാധനങ്ങളും നമ്മൾ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം വേണം ചെയ്യാൻ കേട്ടാ. ഞാൻ ഇതെല്ലാം കഴുകി ഉണക്കിയതാണ് കേട്ടാ. പിന്നെ അതെല്ലാം കൂടിയിട്ട് നമ്മള് വറുത്തതിന് ശേഷം ചൂടാറുമ്പോ നമ്മളത് മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുകയാണ്. കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിപ്പിക്കാം. പക്ഷെ എനിക്കത് പറ്റില്ലല്ലോ, അത് കാരണം ഞാൻ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കാണ് കേട്ടാ. പിന്നെ ഞാൻ ഇതിൽ കായം ചേർത്തിട്ടില്ല. ഇവിടെ കായം ആ മില്ലിലുള്ള ചേട്ടൻ പൊടിപ്പിച്ച് തരില്ല, മെഷീന് കേടാവൂന്ന് പറഞ്ഞിട്ടേ. അത് കാരണം കറിയില് സാമ്പാർ വെക്കുന്ന സമയത്താണ് ഞാൻ കായം ഇടാറ് കേട്ടാ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. അപ്പൊ നമ്മുടെ സാമ്പാർ പൊടി റെഡി. അപ്പോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യാം കേട്ടാ.